നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പം 2025-26 വർഷത്തെ നമ്മുടെ സാലറിയിൽ നിന്നുള്ള TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾഡ് സ്കീമിലാണോ ന്യൂ സ്കീമിലാണോ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേർക്കുള്ളൊരു സംശയമാണ്, ഇപ്പം നമ്മൾ ഡിക്ലറേഷൻ ഒന്നും സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് ന്യൂ സ്കീമാണ്. അപ്പം നിങ്ങളുടെ TDS ന്യൂ സ്കീമിലായിരിക്കും ഡിഡക്റ്റ് ചെയ്യുക. എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ന്യൂ സ്കീം സെലക്ട് ചെയ്തു, എന്നാൽ ഇയർ എൻഡ് ആകുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് ഓൾഡ് സ്കീം ആണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഓൾഡ് സ്കീം ഓൾറെഡി സെലക്ട് ചെയ്തു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ന്യൂ സ്കീം ആണ് ബെനിഫിറ്റ് എന്ന് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്കീം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. അതായത് ഇപ്പം നമ്മൾ സാലറി മാത്രമുള്ള ഒരാളാണ്, സാലറി ഇൻട്രസ്റ്റ് അങ്ങനെ മാത്രമുള്ള ഒരാൾ, നമുക്ക് ബിസിനസ് ഇൻകം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് സ്കീം ആണ് ഇപ്പം ആദ്യം സെലക്ട് ചെയ്യുന്നതെങ്കിലും ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്ത് ന്യൂ സ്കീമിൽ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല ഇപ്പം ന്യൂ സ്കീമിലാണ് പോയേക്കുന്നതെങ്കിൽ നമുക്ക് ഫയൽ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സ്വിച്ച് ചെയ്ത് ഓൾഡ് സ്കീമിലേക്ക് മാറാനായിട്ടുള്ള അവസരമുണ്ട്. അങ്ങനെ തമ്മിൽ സ്വിച്ച് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല, ബിസിനസ് ഇൻകം ഇല്ലാത്ത ഒരാളാണെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പം ഓൾഡ് സ്കീം സെലക്ട് ചെയ്തു, നമുക്ക് ടാക്സ് എക്സസ് ആണ് നമ്മൾ അടച്ചത്. അപ്പോൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ന്യൂ സ്കീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സസ് ആയിട്ട് കട്ട് ചെയ്ത ആ TDS നമുക്ക് റീഫണ്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.